ഈ മണിയാശാന്റെ പ്രസംഗം നടത്തുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞുകൂട്ടിയ വർത്തമാനങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. മണിയൊന്നും കളയാതെ ആ പരിശുദ്ധമായ മാല ചൊല്ലുന്ന അതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടുള്ള വരികൾ. മണി ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ ഭയങ്കര ആവേശ. ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ വെല്ലുവിളിച്ചപ്പോഴുള്ള ആവേശമൊന്നും കാണൂല. അന്നേരം പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരി വ്യാജ ഷെയ്ഖിനും മുരീദന്മാർക്കും സനദില്ല. സനദില്ലാത്തവരിൽ പ്രമുഖനാണ് തെറിയൂരി കുഞ്ഞഹമ്മദ്. തെറിയൂരി കുഞ്ഞഹമ്മദ് ഒരു വെല്ലുവിളി പേരോട് ഉസ്താദിനോട് നടത്തുന്നുണ്ട്. പേരോട് ഉസ്താദ് വേണ്ട അത് തെളിയിക്കാൻ. പേരോട് ഉസ്താദിന്റെ ശിഷ്യരും പേരോട് ഉസ്താദിന്റെ അനുയായികളുമായ ഞങ്ങൾ മതി. തെറിയൂരി കുഞ്ഞഹമ്മദിന്റെ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് കുരുവട്ടൂരി വ്യാജ ഷെയ്ഖിനെയും അവന്റെ ഷെയ്ഖായ മീനങ്ങാടി സുലൈമാനെയും വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി നേരിടാൻ കഴിയാതെ വഷളായി നിൽക്കുകയാണ്. അതിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയാണ് 2012 മറ്റോ പേരോട് ഉസ്താദ് പ്രസംഗിച്ച പ്രഭാഷണവുമായി വന്നിട്ടുള്ളത്. അന്നൊന്നും ആ പറഞ്ഞതിനെ നേരിടാൻ കുരുവട്ടൂരികൾക്ക് സാധിച്ചിട്ടില്ല, ഇപ്പോഴും സാധിക്കുകയില്ല. ആന കാര്യം സാധിക്കുന്നത് പോലെ മുയല് കാര്യം സാധിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമാണോ? നമുക്ക് തെറിയൂരി കുഞ്ഞമ്മന്റെ ആ വെല്ലുവിളി ഒന്ന് കേട്ടു നോക്കാം. എന്നിട്ട് ഇയാള് പറയാ ഞാൻ സനദില്ലാത്ത പറയില്ല. പണ്ട് പറഞ്ഞ സനദില്ലാത്ത വർത്താനം ഓർമ്മല്ലേ എനിക്ക്? പേരോട് ഉസ്താദിനെയാണ് ഈ ഹംക്ക് പടുജാഹില് നീ എന്ന് വിളിക്കുന്നത്. എടാ പൊട്ട, പേരോട് ഉസ്താദ് സനദുള്ളതേ പറയൂ, നിനക്ക് സനദില്ല. അപ്പൊ നീ വിചാരിക്കുന്നത് ബാക്കിയുള്ളവർക്കും സനദില്ല എന്ന? മഞ്ഞപ്പിത്തക്കാരി കാണുന്നതൊക്കെ മഞ്ഞായിരിക്കുമല്ലോ. അതിന് പേരോട് ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചങ്ങയ്യ? തെറിയൂരി കുഞ്ഞമ്മദ് വെക്കാൻ പോവാണ്. അത് കേട്ടതിന് ശേഷം പേരോട് ഉസ്താദിനോ സനദില്ലാത്തത്, തെറിയൂരി കുഞ്ഞമ്മയിനോ സനദില്ലാത്തത് നമ്മൾ തീരുമാനിക്കാൻ പോവാണ്. വിതരണം ചെയ്യാൻ അധികാരമുള്ളവരെന്ന് പറയുന്ന ആ അഹങ്കാരം വെച്ച് ജീവിക്കുന്നവര് ശൈഖാണെന്ന് ഒരൊറ്റ മുസ്ലിമും തെറ്റിദ്ധരിച്ചു പോകണ്ട. അതിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം രക്ഷപ്പെടുമെന്നും ഒരാളും ആലോചിച്ചു പോകണ്ട. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളൂ. അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ. അതേ ശംസിയ്യ ത്വരീഖത്തിനെ കുറിച്ച്, കൊച്ചൂർ തരീഖത്തിനെ സംബന്ധിച്ച്, കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച് അങ്ങനെ പോയിട്ട് ശംസിയ്യ തരീഖത്തിനെ കുറിച്ച്, നൂരിശാ തരീഖത്തിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയിട്ടതാ. ഈ അടുത്ത് ഒരാള് ശൈഖാണെന്ന് പറഞ്ഞു ദുആക്കാൻ നടന്നിരുന്നു. അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സുൽത്താൻ തരീഖത്തിന്റെ ഒരു ശൈഖാണെന്ന് പറയുന്ന ഖലീഫയുണ്ട്. അദ്ദേഹത്തിന്റെ പേരും ഇതിലുണ്ട്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാനായിട്ടൊരു ഹാഫിദ്, അങ്ങനെ സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയൊരു ഹാഫിദ് കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോ അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല, വൈദ്യരെടുത്തല്ല, മറിച്ച് കണക്കന്മാരും ജ്യോത്സ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവരുടെ ചികിത്സക്ക് പോകാൻ പറഞ്ഞൊരു ഹാഫിദ് എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്തിങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ്, ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിരുന്നു. നല്ല ഒന്നൊന്നര സനദുള്ള ഒന്നൊന്നര വർത്താനാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. ഇനി സനദില്ലാത്ത തെറിയൂരി കുഞ്ഞമ്മന്റെ വർത്താനം നമ്മൾ കേട്ടുവെക്ക. പറ സനദില്ലാത്ത തെറിയൂരി എങ്ങനെയുണ്ട്? അതങ്ങനെ തന്നെ ഉണ്ട്. സനദില്ലാത്ത തെറിയൂരി അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കോമാട്ടുകാരിൽ കള്ളനാണ്, ഓൻ ജ്യോത്സ്യന്മാരടുത്തൊക്കെ പോകാനുണ്ട് എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടേ പറയൂ. അതെ, പഠിച്ചിട്ട് തന്നെ പറയുള്ളൂ. പഠിക്കാതെ പേരോട് ഉസ്താദ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പേരോട് ഉസ്താദിനോട് ഇത്ര വലിയ ദേഷ്യം. പരമാവധി സനദ് സഹിതമുള്ള തെളിവുകൾ കയ്യിലാക്കിയിട്ട് ഞാൻ ഇടപെടുള്ളൂ. അതെ, പേരോട് ഉസ്താദ് സനദുള്ളത് തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്ത് സനദാണോ ഇതിലുള്ളത്? അതുകൊണ്ടാണ് കോമാട്ടുകാലിൽ അബ്ദുള്ളക്ക് ഇത്രയും വർഷമായിട്ടും അത് നിഷേധിക്കാൻ കഴിയാത്തത്. സനദില്ലാത്ത നിനക്കെന്ത് ചാത്തപ്പനെന്ത് ഭാഷയെന്ന് പറഞ്ഞ പോലെ. ഈ സനദുള്ളവരാണെങ്കിൽ നീ പറഞ്ഞ ഈ സംസാരിച്ച മുസ്ലിയാർക്ക് സനദുണ്ടെങ്കിൽ, അസുലും ഫസുലും ഉണ്ടെങ്കിൽ, ഞങ്ങൾ ചോദിച്ചില്ലേ ജ്യോത്സ്യന്റെ അടുത്തേക്ക്, കള്ളക്കന്മാരടുത്തേക്ക് ചികിത്സക്ക് വിട്ട ആളാണ് ഞങ്ങളെ ശൈഖുന എന്നും, സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റാണ് ഞങ്ങളെ ശൈഖുന എന്നും, ഞങ്ങളെ
ഞങ്ങളെ ശൈഖുനായെ കുറിച്ച് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ഇക്കാലഘട്ടത്തിലെ ജീവിക്കുന്ന നമ്പർ 1 ദജ്ജാലാണ് ഇയാൾ. പച്ചക്കള്ളല്ല തെരിയൂരി കുഞ്ഞമ്മദേ. അസുലും ഫസലും ഇല്ലാത്ത നീ വിചാരിക്കുന്നത് അത് പേരോട് ഉസ്താദും അതുപോലെ തന്നെയാണ്. അത് നിന്റെ കുഴപ്പാണ്. നീ നിന്റെ കോമാട്ടിലാലിൽ അബ്ദുള്ളയോട് ചോദിക്ക്. പേരോട് ഉസ്താദ് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, നിഷേധിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ കോമാട്ടിലാലിൽ അബ്ദുള്ള എന്നൊന്ന് ചോദിച്ചു നോക്ക്. ഓനിക്ക് ധൈര്യം ഉണ്ടാവില്ല. കോമാട്ടിലാലിൽ അബ്ദുള്ളയോ ചെറിയൂരി കുഞ്ഞമ്മദോ നൗഷാദോ തയ്യാറാണെങ്കിൽ പേരോട് ഉസ്താദ് പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ കോഴിക്കോട് ടൗണില് രഹസ്യമായി ഒരു സ്റ്റേജ് കെട്ടിക്കോ. ഞാൻ തെളിയിച്ചാൽ ആ പരിപാടിയുടെ മുഴുവൻ ചെലവും കുരുവട്ടൂരി വ്യാജന്മാരെടുക്കണം. എനിക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ പരിപാടിയുടെ മുഴുവൻ ചെലവും ഞാൻ എടുത്തുകൊള്ളാം. ഇനി ഒരു ക്ലൂ വേണേ ഞാൻ തരാം. കോമാട്ടുകാലിൽ അബ്ദുള്ള ഒരു ദിവസം രാത്രി ജിഷാൻ മാഹിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ജിഷാൻ മാഹിയുടെ വീട്ടിൽ രാത്രി പോയപ്പോ ഇതെങ്ങനെ എത്തി? ആ ലോകം നിയന്ത്രിക്കുന്ന ഞാനല്ലേ, എനിക്ക് ഈ ലോകത്തിന്റെ എല്ലാ വഴികളും അറിയാന്ന് പറഞ്ഞു പോയി. അതേ ആള് ജിഷാൻ മാഹിയുടെ കല്യാണത്തിനോ മറ്റോ ജിഷാൻ മാഹിയെ വിളിച്ചിട്ട് എന്റെ വീട്ടിലേക്കുള്ള വഴിയേതാ എന്നും ചോദിച്ച് വിളിച്ചില്ലേ? ആ മാഹിയില് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തില്ല ഒരു അമ്പലം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജഗന്നാഥ ക്ഷേത്രം എന്നോ മറ്റോ ആണ് അതിന്റെ പേര്. ആ ക്ഷേത്രത്തില് കോമാട്ടുകാലിൽ അബ്ദുള്ള പോയ തെളിവ്, ആ ക്ഷേത്രത്തിലേക്ക് മുരീദന്മാരെ അയച്ച തെളിവ്, പരസ്യമായ ഒരു സ്റ്റേജിലേക്ക് എന്നെ വിളിച്ചോ, ഞാൻ കൊണ്ടുത്തരാം. കണക്കന്മാരെടുത്തു പോയതും ജ്യോത്സ്യന്മാരെടുത്തു പോയതും ഞാൻ തെളിയിച്ചു തരാം. ഈ ബ്ലാങ്കറ്റ് ഔലി ഉണ്ടല്ലോ, കോമാട്ടുകാലിൽ അബ്ദുള്ള ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയത് എങ്ങനെയാണെന്നറിയോ? സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ പുതപ്പ് തലയോടുകൂടി മൂടി പുതച്ചുകൊണ്ടാണ് ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പൂജാരിയെ കാണാൻ വേണ്ടി പോയത്. തെളിവ് ഞാൻ തരാം. പരസ്യമായി സ്റ്റേജ് കെട്ടിക്കോ, ഞാൻ വരാം. ചെറിയൂരി കുഞ്ഞമ്മനും നൗഷാദിനും കോമാട്ടുചാലിൽ അബ്ദുള്ളക്കും ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ ഭയങ്കര ആവേശ. ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ വെല്ലുവിളിച്ചപ്പോഴുള്ള ആവേശമൊന്നും കാണൂല. അന്നേരം പറയും ആ വാട്സപ്പിൽ കുത്തിരിഞ്ഞിട്ടല്ലേ വെല്ലുവിളിച്ച്, യൂട്യൂബിൽ കുത്തിരിഞ്ഞിട്ടല്ലേ വെല്ലുവിളിച്ച്. അതുപോലെ യൂട്യൂബിൽ കുത്തിരിഞ്ഞ് വെല്ലുവിളിച്ചാലും വാട്സപ്പിൽ കുത്തിരിഞ്ഞ് വെല്ലുവിളിച്ചാലും വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുത്താൽ പരസ്യമായ സ്റ്റേജിലേക്ക് വരാൻ ഞങ്ങൾ തയ്യാറാ. ഇനി ആൺകുട്ടികളെ പോലെ എന്റെ നമ്പറിൽ ബന്ധപ്പെട്ടോ, നമുക്ക് പരസ്യമായി കോഴിക്കോട്ട് വെച്ച് ആ തെളിവ് കൈമാറാം. ജനങ്ങളെല്ലാം അറിയട്ടെ. പ്രതീക്ഷയോടെ വിനീതൻ കാത്തിരിക്കാണ് ട്ടാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്രാവശ്യം വലിയ സങ്കടം. ഇന്ന് ഞാൻ ഒരു കുട്ടീനെ നമ്മുടെ സിറാജ് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സജീവ പ്രവർത്തകൻ സാധു മനുഷ്യനാണ്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മകനെ വിളിച്ചിട്ട് ഞാൻ വോയിസ് ഇട്ടു. വോയിസിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ റെക്കമെൻഡ് ഒന്നും ചെയ്യില്ല, പക്ഷേ ഇത് നിർബന്ധമായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ പിന്നീട് അവനെ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ കണ്ടു. അത് കൊടുത്തിനോന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ഇവനെന്നോട് തന്നെ പാപ്പ 30 കുട്ടികളെ നമുക്കിപ്പോൾ എടുക്കാൻ കഴിയാം. ആ 30 കുട്ടികളെ എടുക്കുന്നതിന് 32 റെക്കമെൻഡ്. അപ്പം 450 കുട്ടികളാണ് അഡ്മിഷന് വേണ്ടിയിട്ട് സിറാജുൽ വന്ന്. എന്താ കാര്യം? സിറാജുൽ ഒറ്റ കുട്ടീനെ പറഞ്ഞേക്കണ്ടെന്ന് കുറച്ചാൾ പ്രസംഗിച്ച്. ഞാൻ പറയുന്നു, പല സ്ഥാപനത്തിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. KNM മദ്രസയിൽ ചേർക്കുന്നതിനേക്കാൾ അപകടമാണ് കുറ്റ്യാടിയിലെ സിറാജുൽ ഹുദയിൽ ചേർക്കൽ. അതുകൊണ്ട് ഉണ്ടായത് എന്താന്ന് ചോദിച്ചാൽ അഡ്മിഷൻ ഇങ്ങനെ വർദ്ധിക്കുക, കുട്ടികളിങ്ങനെ വരിക. ബേജാർ എന്താന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ 90 ലക്ഷം റുപ്യാണ് ഒരു മാസത്തിൽ ചെലവഴിക്കാൻ. അപ്പം ഇതിനിങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അപ്പം ചിലവിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളെല്ലാം തിരണ്ടി വരും. അതേ അപ്പോൾ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരൊക്കെ നല്ല സംഭാവന കൊടുത്ത് സഹായിച്ചാലേ സിറാജുൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഞാനിവിടെ മുമ്പ് പ്രസംഗിക്കുന്ന സമയത്ത് അന്നാകെ മാസത്തിൽ ചെറിയ പൈസ ഉണ്ടായാൽ മതിയാവുന്നു സിറാജുൽ നടത്താൻ. ഇപ്പം ഒന്നും മതിയാവില്ല. സിറാജുൽ കാണാത്തവർക്ക് കാണാൻ വരണം. അല്ലാഹുവിനെ നമ്മളെല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ. തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.